എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സന്ദീപ് എടപ്പാളിനെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒന്ന് 4 ദിവസം കഴിഞ്ഞു. അറസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാളെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ആ പ്രശ്നം കുറേ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് റിയാക്ഷൻ ചെയ്തു. എന്നാൽ ഇന്നലെ ഒരു യൂട്യൂബ് ചാനൽ അത് പിന്നെയും കുത്തിപ്പൊന്തിച്ചുകൊണ്ട് വരികയാണ്. ബിഷപ്പ് അങ്ങനെയാണ്, ബിഷപ്പ് മോശക്കാരനാണ്, ബിഷപ്പിൻ്റെ പദവിയിൽ ഇരിക്കാൻ അർഹതയില്ല, എന്ത് കാര്യത്തിനാണ് ഈ സന്ദീപിനെ അറസ്റ്റ് ചെയ്തത്, സന്ദീപ് നിരപരാധിയല്ലേ എന്നൊക്കെ ചോദിച്ച് വെളുപ്പിക്കുന്ന ഒരുത്തിയുണ്ട്. എന്താ വോയിസ് പാർവതി. ഈ വോയിസ് പാർവതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അറാൻ പറഞ്ഞ പറപ്പാണ് കാരണം എന്താ വെച്ചാൽ ആരോട് എന്താണെന്നുള്ളത് പറയാൻ. അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളെക്കാളും കഷ്ടമാണ് ചില പെണ്ണുങ്ങൾ. വർത്തമാനം പറയുന്നിടത്ത് ഒരു ലെവലില്ല, ബിഷപ്പാന്നുള്ള ഒരു ബഹുമാനം പോലില്ല. ഈ ബിഷപ്പിൻ്റെ ബിഷപ്പിനോട് ഇവർക്ക് ഇത്ര ദേഷ്യം തോന്നാൻ കാരണം എന്താ? ബിഷപ്പ് രാജദ്രോഹ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. ബിഷപ്പിൻ്റെ പേരിൽ ഇവൻ 3 തിരക്കഥ ചെയ്തു. എന്ത് സാങ്കല്പിക കഥ. അത് അരിയാഹാരം കഴിക്കുന്ന ആർക്കായാലും മനസ്സിലാവും അത് ഇവ സാങ്കല്പിക കഥയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ സാങ്കല്പിക കഥ ശരിക്കും ബിഷപ്പിനെ ഇതാക്കിയിട്ടുള്ളതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ബിഷപ്പിനും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് അദ്ദേഹം കൊണ്ടുപോയി കംപ്ലയിൻറ്റ് കൊടുത്തത്. എന്നിട്ട് ഇപ്പം ഇരുന്ന് മെഴുകുകയാണ് ഈ മാലാ പാർവതിയല്ല, വോയിസ് പാർവതി. അപ്പോൾ ഇവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സന്ദീപ് നല്ലവനാണെന്നുള്ള രീതിയിൽ സന്ദീപിനെ വിളിപ്പിക്കുക. ഇവർക്ക് സന്ദീപിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, അതിന് നമുക്ക് എതിരൊന്നുമില്ല. പക്ഷേ സന്ദീപ് തിരക്കഥ എഴുതിയത് ആരക്കുക എന്നുള്ളത് അവിടെ ഇരിക്കുന്ന പോലീസുകാർക്കുള്ളത് അറിയാം. അത് ബിഷപ്പിനെ പറ്റി കളിയാക്കിയ എന്നുള്ളത് അറിയാം. ആദ്യം ഇവനൊരു കഥ എഴുതി ബിഷപ്പ് മൈൻഡ് ചെയ്തില്ല, രണ്ടാമതൊന്നും എഴുതി മൈൻഡ് ചെയ്തില്ല, മൂന്നാമത് ഇവൻ സ്ഥിരമായിട്ട് ചെയ്തപ്പം ബിഷപ്പ് കൊണ്ടുപോയി കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ ഈ വോയിസ് പാർവതിക്ക് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഹൈപ്പും തരത്തില്ല, ലൈക്കും തരത്തില്ല. കാരണം എനിക്ക് ഭയങ്കര ജാടയല്ലല്ലോ, അതിന് വേറൊരു സംഭവം ഉണ്ടല്ലോ, ഓവർ സ്മാർട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ കമന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടാ നിങ്ങൾ പറഞ്ഞു എനിക്ക് ഓവർ സ്മാർട്ട് ഉണ്ടോ? എടാ ഒരു ഇച്ചിരി വ്യത്യസ്തമായാലല്ലേ 10 ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ, അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. ചുമ്മാ പറഞ്ഞ കേട്ടോ, ഓവർ സ്മാർട്ട് ഒന്നുമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ചുമ്മാ അങ്ങനെയൊന്നും പറയരുതേ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തികച്ചും പോട്ടെ, ചില വാക്കുകൾ കിട്ടൂല. അപ്പൊ നമുക്ക് സന്ദീപ് എടപ്പാൾ ചേട്ടൻ എന്താണ് അന്ന് അവിടെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വന്നില്ലേ, അത് കണ്ടിട്ട് എനിക്ക് രേണുവിന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സന്ദീപ് ഏട്ടന്റെ വീഡിയോ കാണാം. വീഡിയോ വൈകിയത് വേറെ ഒന്നും കൊണ്ടല്ല, പുതിയ ഫോൺ വാങ്ങണല്ലോ. 2 ഫോണൊക്കെ വാങ്ങി, അതിൻ്റെതായ സാധനങ്ങളൊന്നും ഇല്ലടേ ഇതിൽ, അതൊക്കെ അതിൽ കയറ്റണ്ടേ, മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് സമയം വൈകിയതാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ ഇന്നലത്തെ ലൈവ് എൻ്റെ സുഹൃത്തിന്റെ ഫോണിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് അപ്പോൾ തന്നെ വീഡിയോ ഇട്ട് തന്നുള്ളൂ. കാരണം ചില ആളുകൾ ഇല്ലാ കഥകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോയിട്ടാണ് ഇനി ജാമ്യം കിട്ടുക, ജയിലിൽ അടക്കപ്പെട്ടു, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് എനിക്കന്ന് സംഭവിച്ചതെന്ന് അറിയാൻ ഒരുപാട് ആളുകളിലേക്ക് കൗതുകമുണ്ട്. എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ കുറെ യൂട്യൂബർമാർ വീഡിയോ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്തുകൊണ്ടും അല്ലാതെയും ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ നന്ദി ഞാൻ പറയാം. കാരണം അത്രമാത്രം എന്നെ അങ്ങ് ആകാശത്തേക്ക് പൊക്കി വെച്ചില്ലേ. അപ്പൊ ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ, എന്റെ കഥ, എന്റെ മാത്രം കഥ, എന്റെ സാങ്കല്പിക കഥ. കേസ് കള്ളക്കേസാണ്, ബാക്കിയൊന്നും എനിക്ക് പറയാൻ കഴിയില്ല, അതുകൊണ്ടാണ് കള്ളക്കേസാണ്. ബാക്കിയൊക്കെ കോടതിയിലാണ്. 2 ഫോണായിട്ട് പിടിച്ചെടുത്തു, ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ലാപ്ടോപ്പ് ഞാൻ ഉപയോഗിക്കുന്നതെല്ലാം അവരോട് ഒരുപാട് പറയുന്നുണ്ട്. വീട്ടിൽ വന്ന് അവർ പോകുന്ന ആ സമയം വരെയുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. വളരെ മാന്യമായ രീതിയിലാണ് പോലീസുകാർ നമ്മോട് പെരുമാറിയത്. ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും നമ്മളോട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പോകുന്ന സമയത്തല്ല സുഭിക്ഷമായ ഭക്ഷണവും കഴിച്ച് അടിപൊളിയായിട്ട് കാറിൽ അങ്ങ് ഇരുന്ന് പോയി. ഒരുപാട് ആളുകൾ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നു. അവരെ ഫോൺ എടുക്കാൻ കഴിയില്ല, ഫോൺ അവരുടെ കയ്യിലാണ്. എന്നാലും വീട്ടിലുള്ള ആളുകളുടെ ഫോണൊക്കെ, അളിയനാണെങ്കിലും അല്ലെങ്കിൽ അമ്മ, ചേച്ചി. അപ്പൊ എന്റെ മാത്രം കഥ, എന്റെ സ്വന്തം കഥ, എന്റെ സാങ്കല്പിക കഥ എന്ന് ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, മുന്നേ പറഞ്ഞ 2 ഫോൾട്ടാണ് ഇദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറയാനുള്ള, ഇദ്ദേഹത്തിന് ഞാൻ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തിരിച്ചു മെസ്സേജും കാര്യങ്ങളൊക്കെ തിരിച്ചു അദ്ദേഹം ഓക്കെ ആണ് എന്നുള്ള കാര്യത്തിൽ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നെ അറിയത്തില്ല, ഇദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പം നമ്മുടെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിളിച്ചന്വേഷിക്കണല്ലോ. ഞാൻ ആർക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ വിളിച്ചന്വേഷിക്കാറുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ അന്വേഷിച്ചതാണ്. അപ്പൊ ഓക്കെയാണ്, കുഴപ്പമില്ല. ഇദ്ദേഹത്തിന്റെ ഫോണും കാര്യങ്ങളും പിടിച്ചു വെച്ചിരിക്കുക. അതങ്ങനെയാണ്, തൊണ്ടി മുതൽ അവർ പിടിച്ചു വെക്കും. ലാപ്ടോപ്പും കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, ഇദ്ദേഹത്തിന്റെ ഈ ഫോണിലോ ലാപ്ടോപ്പിലോ ഒക്കെ ആയിരിക്കും ഇദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ചധികം എവിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, തെളിവുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പം അതൊക്കെ മേ ബി അവരങ്ങനെ പിടിച്ചു വെക്കുമ്പോഴത്തേക്ക് അത് നശിപ്പില്ലേ. അപ്പോൾ ഏതൊരു വ്യക്തി ഇവരുടെ ചാനലിൽ ഇരുന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തതാണ്, ഞാൻ ലൈക്കും തരില്ല, ഒന്നും തരത്തില്ല, നിങ്ങൾ ലേശം ഓവർ സ്മാർട്ടാണെന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. ശരിയാണ്, ആ വ്യക്തി പറഞ്ഞത് വളരെ കറക്റ്റാണ്. പിന്നെ ഇവളിപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്ദീപിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ പോലീസുകാർ വിട്ടയച്ചല്ലോ, ഇത് വലിയൊരു ആനക്കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ ഇത്
പിന്നെ അവൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് പോലീസുകാർക്കും കുറേയൊക്കെ തെളിവുണ്ടല്ലോ. ലാപ്ടോപ്പും മൊബൈലൊക്കെ സന്ദീപിൻ്റെ അവരുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. സന്ദീപിൻ്റെ ലാപ്ടോപ്പും മൊബൈലൊക്കെ പോലീസുകാർ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പം ഈ അച്ഛന് ബിഷപ്പിന് പേടിയുണ്ട്. അതുകൊണ്ടാണല്ലോ സന്ദീപിനെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യിച്ചെന്നുള്ള രീതിയിലാണ് ഈ നായിൻ്റെ മോള് പറയുന്നത്. നിനക്ക് എന്നെ മാങ്ങാത്തൊല്ലി അറിയടി, വെറുതെ ഇത് കുണയ്ക്കാൻ നിൽക്കുന്നത്. തെറി പറയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നീ ഇരുന്നിട്ട് വലിയ ഇങ്ങനെ ഇതാകുന്നു. നിനക്ക് സന്ദീപിനോട് ആരാധന ഉണ്ടെങ്കിൽ ഓക്കെ, നീ അവനെ കണ്ടിട്ടില്ല, അവനെ നീ മെസ്സേജ് ഇട്ടെന്നൊക്കെ പറയുന്നത്, മെസ്സേജ് വിടുക, മെസ്സേജ് വിടാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ സംഭവത്തിൽ സത്യാവസ്ഥ അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യുക. ഒരു മൊബൈലും ലാപ്ടോപ്പും ഉണ്ട്, ഒരു യൂട്യൂബ് ചാനലുണ്ടെന്ന് കരുതി എന്ത് തോന്നിയാസവും വിളിച്ച് പറയരുത്. ബിഷപ്പിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പിന്നെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ. ഈ സന്ദീപ് ചെയ്ത 3 വീഡിയോ വേണേൽ നമുക്ക് തിരഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇതിൻ്റെ പിന്നെ വീഡിയോ കാണിച്ചു തരാം. അത് വേണോ? എന്നിട്ട് ഒന്നും മനസ്സിലായില്ല. അവിടെ ഇരുന്ന് പൊട്ടം കളിക്കുന്നു, അവിടെ അമ്മയുടെ അവിടുത്തെ പൊട്ടം കളി കളിക്കുക, എന്നിട്ട് അവിടെ വീഡിയോ ചെയ്യുന്നു. ബിഷപ്പാകുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. അടുത്ത വീഡിയോയും കൂടി കാണാം എന്നുള്ള ഒരു ഇതുമുണ്ട്. പിന്നെ അതുമല്ല, ഈ പോലീസുകാരുടെ കയ്യിൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്ക് ഇത് മനസ്സിലായിട്ടില്ലേ, ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നുള്ള കാര്യത്തിൽ പോലീസുകാർക്കും മനസ്സിലായല്ലോ. അതുകൊണ്ടാണല്ലോ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്. എന്തൊക്കെയായിരുന്നു ഇവിടെ കടന്ന് പറഞ്ഞു, കോടതി നാളെ ഹാജരാക്കും, വന്നിട്ട് ഇത് റിമാൻഡ് വിടും, ഇതാണ് ആ രീതിയിലുള്ള ഹൈപ്പും കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതൊരു ചുക്കുമില്ല ചുണ്ണാമ്പും ഇല്ലെന്ന് ഇപ്പം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇതൊക്കെയാണ് ആരൊക്കെയോ പേടിക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തിനാണ് രേണുസുധിയുടെ ഫാമിലി ഇത്ര അധികം ഇതിന് താല്പര്യം കാണിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും വ്യക്തമാകുന്നില്ല. ശരിക്കും സീരിയസ്ലി അവര് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് പറഞ്ഞിട്ടില്ലേ. ഈ പരാതി കൊടുത്ത പരാതിക്കാരൻ വളരെ വലിയ ഒരു താപ്പാന തന്നെയാണ്. അദ്ദേഹത്തിന് കളിക്കാൻ അറിയാം, കളിക്കാനും കളി പഠിപ്പിക്കാനും കളിപ്പിക്കാനും അറിയാമെന്നാണ് എന്റെ ഒരു നിഗമനം. അപ്പം അതിനകത്തൊക്കെ രേണുസുധിയൊക്കെ ചെന്ന് വീണ് കൊടുക്കുകയാണ്. അങ്ങോട്ട് ചാടാ കുട്ടിരാമ, ഇങ്ങോട്ട് ചാടാ കുട്ടിരാമ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു അവസ്ഥയിലാണ് രേണുസുധിയുടെ ഫാമിലി ഒക്കെ ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ പ്രതിഷേധത്തിനും പ്രതികാരത്തിനും ഒന്നും പോകേണ്ട സമയമല്ല. നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. നിങ്ങൾ 4 വെറുപ്പ് പിന്നെ പറയുന്നത് രേണുസുധിക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യം എന്താ? രേണുസുധിയുടെ അച്ഛൻ തങ്കച്ചൻ അവിടെ പോയിരുന്നു. പിന്നെ രേണുസുധിക്ക് ഇടപെടേണ്ട കാര്യം എന്താ? രേണുസുധി സന്തോഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപ് ഒരുപാട് നെഗറ്റീവ് വീഡിയോ ഈ രേണുസുധിനെ പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എടപ്പാളിൽ നിന്നൊരു യൂട്യൂബറെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ എടപ്പാളിൽ നിന്നുള്ള യൂട്യൂബറെ കൊണ്ടുവരുന്നത് കാണാനായിട്ട് പിന്നെ ഈ തങ്കച്ചൻ അവിടെ സ്റ്റേഷനിൽ പോയി എന്നുള്ളത്, അതായത് രേണുവിൻ്റെ അച്ഛൻ അവിടെ സ്റ്റേഷനിൽ പോയെന്നുള്ളത് സംഭവം ശരിയാണ്. അപ്പോൾ ഇവനാണെന്നുള്ളത് മനസ്സിലായപ്പോൾ ഇവൻ്റെ വീഡിയോ രേണുവും ഈ തങ്കച്ചൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ രേണുവിനെ നെഗറ്റീവായിട്ട് ഒരുപാട് കരിവാരി തേച്ചാണല്ലോ ഇവൻ. അപ്പോൾ ആ പേരിലാണ് അവിടെ തങ്കച്ചൻ വന്നത്. തങ്കച്ചൻ കാണാനായിട്ട് വന്നതാണ്. ഇപ്പോൾ ഇവനെ ആണെന്ന് കണ്ടതോടുകൂടി ഇവനോട് എന്തോ ഒരു വേർഡ്സ് പറഞ്ഞു പരസ്യമായിട്ട്. അത് എന്തോ ഒരു പച്ചത്തറിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് കേൾക്കേണ്ട ഒരു കാര്യം ഇവനുണ്ടോ? ഇവൻ മര്യാദയ്ക്ക് ഇവന് ജോലി ചെയ്ത് പോയാൽ പോരെ. വെറുതെ സ്റ്റേഷൻ കയറാനോ? അത് എടപ്പാളിൽ നിന്ന് തൃക്കൊടുത്താനം വരെ സ്റ്റേഷനിൽ വന്നിട്ട് അന്ന് രാത്രി അവിടെ പോലീസുകാരുടെ ഒപ്പം നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെയോ ഉച്ചക്കെങ്ങാണ്ട് വന്നിട്ട് ചഫീന ബീവി വന്നിട്ടാണ് ഇവനെ വക്കീലിനെയൊക്കെ വിളിച്ച് ജാമ്യത്തിലിറക്കി ഇവനെ കൊണ്ടുപോകുന്നത്. അപ്പം പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ വലിയ സീരിയസ് ഉള്ള ഒരു കേസല്ലാത്തത് കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവർ പിന്നെ ഇത് കാര്യമായിട്ട് എടുക്കാഞ്ഞത്. പിന്നെ അതുമാത്രമല്ല, ബിഷപ്പിൻ്റെ ഒരു ചെറിയൊരു വോയിസും ചിലപ്പോൾ അവിടെ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും കേസൊന്നും എടുത്ത് സ്ട്രോങ് ആക്കണ്ട, നമുക്ക് വിളിച്ച ആളെ ഇവിടെ ആളെ കൊണ്ടുവന്നിട്ട് കാര്യമായിട്ട് താക്കീതായിട്ടൊന്ന് ഉപദേശിച്ചു വിടുക, മേലാൽ ഇങ്ങനെ ആവർത്തിക്കരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് അങ്ങനെ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലേക്കാണ് ഇപ്പോൾ ഈ കേസ് സ്ട്രോങ് ആക്കാതെ ഇവനെ ഇറക്കി പോകുന്നത്. ഇപ്പോൾ ഇവൻ വലിയ വില്ലാളി വീരനായിട്ട് ഇറങ്ങിയിട്ട് ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് ഒക്കെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും വേണം. ബിഷപ്പ് കേസ് സ്ട്രോങ് ആക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇനിയും ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കർശനമായിട്ടുള്ള നടപടി എടുക്കുന്നുള്ളത് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയും കൂടി കേൾക്കാം ഇവിടെ എന്താ പറയുന്നുള്ളത്. എന്റെ ഏട്ടനും മറ്റുള്ള ആളുകളൊക്കെ അപ്പോൾ അവിടെ എത്തി. രാത്രി ജാമ്യം കിട്ടിയില്ല, അത്രയും നേരം വൈകിയതുകൊണ്ട് ജാമ്യമൊന്നും കിട്ടിയില്ല. എന്റെ വീട്ടുകാരാണ് എനിക്ക് പുറത്ത് ഭക്ഷണം വാങ്ങിക്കൊടുന്നത്, ഞാനത് കഴിച്ചു. നമുക്ക് നിലവിൽ 3 മണി വരെ ഒന്നും ഉറങ്ങാറില്ല, ശീലല്ലേ ഉറങ്ങിയിട്ടൊന്നും ആ സമയത്ത്. എടാ, ഈ അച്ഛൻ ഇങ്ങനെ കേസ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. സുധി കിച്ചുവിനെ നിങ്ങൾക്ക് അറിയാലോ, സുധിയുടെ ആദ്യത്തെ മകൻ. ഈ ആദ്യത്തെ മകനെ അല്ലേ ഈ അച്ഛൻ വന്നിട്ട്
പച്ചയായിട്ട് അവനിട്ട് അപരാധിച്ചിട്ട് പോയത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഗൈസ്. അവന് എന്തെല്ലാമാണ് ഈ അച്ഛൻ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞത്. അപ്പത്തേക്ക് അയാൾക്ക് എന്തും പറയാം, എന്ത് തോന്നിവാസവും മറ്റുള്ളവരെ കുറിച്ച് പറയാം. ഇയാളെ കുറിച്ച് ഇയാളുടെ പേര് പോലും എടുത്ത് പറയാണ്ട് വേറെ ആരുടെ ഒരു കഥ പറഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് പൊട്ടി, അത് കുരി പൊട്ടി FIR വരെ ഇടിച്ചു. എന്തർഹതയുണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ? നമുക്ക് ന്യായമായിട്ടുള്ള ഒരു ചോദ്യമല്ലേ അത്? എന്തർഹതയുടെ പുറത്താണ് ഇങ്ങനെ ഒരു കേസും കാര്യങ്ങളായിട്ട് പോയത്? അല്ല ഇയാളൊക്കെ ഒരു അച്ഛനാണോ എന്ന് തന്നെ ഞാനിപ്പോ ചോദിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ പണ്ടും ചോദിക്കുന്നുണ്ട്. സായി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് മറളം മടല് വെട്ടി അടിക്കണം. ഇതിനൊക്കെ 7 അയല് തടിപ്പിക്കാൻ പറ്റത്തില്ല. ഇടയിൽ സഭയും സഭാക്കാരും കൂട്ടരും ഒന്നും ഇല്ലേ? ഇങ്ങനെയൊക്കെയാണോ അച്ഛൻ? ഒരു മിഷണറി പദവിയിൽ ഇരിക്കുന്ന ആൾ ഇങ്ങനെയൊക്കെയാണോ? പണ്ട് ഇത് സജനെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമുക്ക് ചോദിക്കേണ്ടി വരും. സജനെ നമ്മൾ വാരി വലിച്ചിട്ട് അലക്കി ഉടുത്തതാണ്. ഇത്രയും വിഷമുള്ള സാധനമാണ് നമ്മൾ അറിഞ്ഞിരുന്നില്ലല്ലോ. അപ്പം ഇതൊക്കെയാണ് അവസ്ഥ. അച്ഛന് ഒട്ടും ഈ ഒരു കേസും കാര്യങ്ങളുമായിട്ട് പോകാനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഉദ്ദേശത്തോട് വായടപ്പിക്കണം, മുന്നോട്ട് ഇനി ഒരു രഹസ്യങ്ങളും പുറത്തു വരാൻ പാടില്ല എന്നുള്ള വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഇതിന് പുറകെ നല്ലൊരു അജണ്ടയാണ് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. പിന്നെ അനീഷ് ബ്ലോഗിലോട്ട് വരുവാണെങ്കിൽ എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് വേണം കേട്ടോ. എത്തിക്സ് നേരും നിറയുടെയും കൂടെ വേണം നിൽക്കാനേ. അത് ഒരു സമയത്ത് നമ്മൾ ഒരു വ്യക്തി നല്ല രീതിക്ക് പോവാന്ന് വെച്ചു, അപ്പൊ നമ്മൾ അവരെ നന്നായിട്ട് പറയും. അതേ വ്യക്തി തന്നെ നാളെ ഒരു മോശം സംഭവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ അവൻ പണ്ട് ചെയ്തത് നല്ലതായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും ചെയ്യുന്നത് നല്ലതെന്ന് പറയാം. കിച്ചുവിനെ അപരാധിച്ച കാര്യം എന്നൊക്കെ പറഞ്ഞു. അപരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ടാണ് ഇവിടെ ഈ വർത്താനം പറഞ്ഞത്. എന്ത് ബുദ്ധിയുണ്ട് നിനക്ക്? ഇങ്ങനെയാണോ ഒരു സോഷ്യൽ മീഡിയയിൽ ഇത് വർത്താനം പറയണ്ടേ? പിന്നെ നീ അച്ഛനെ കവളം മടൽ വെട്ടി അടിക്കണം എന്നൊക്കെ പറയുന്നു. സായിഷ് കൃഷ്ണ പറഞ്ഞത് അതേപോലെ നീയും അങ്ങോട്ട് പറയുകയാണല്ലേ. ശരിക്കും സന്ദീപിൻ്റെ കേസ് എടുക്കുന്നതിന് മുന്നേ സായി കൃഷ്ണയുടെ പേരിലൊരു കേസ് കൊടുക്കേണ്ടിയിരുന്നു. പിന്നെ ഇനി ഒരു കാര്യം പറയുന്നത്, നീ പറയുന്നത് എനിക്ക് ആരെയും പേടിയില്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ പറയാനുള്ള ആരുടെ മുഖത്ത് നോക്കിയാലും പറയും. പിന്നെ ബിഷപ്പ് തിരുവസ്ത്രം ഊരി വെക്കാനെന്നൊക്കെ പറയാൻ നീ ആരാ? അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും ബിഷപ്പുമാർക്കൊന്നും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാൻ പിന്നെ അധികാരമൊക്കെ ഉണ്ട്. അതല്ല അവർക്ക് പോലീസ് സ്റ്റേഷൻ കയറാൻ പറ്റത്തില്ല എന്ന് ആരാ പറഞ്ഞ്? അവരുടെ ജീവന് ഭീഷണിയായിട്ട് വരുമ്പോൾ അവർക്ക് കയറാം. നീ എന്ത് മാങ്ങാത്തൊലിയാണ് പറയുന്നത്? നീ കുറേ ആയി കടന്ന് ഇങ്ങനെ കളിക്കുന്നു. ഞാനിത് കുറേയൊക്കെ മിണ്ടാതിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും പ്രശ്നം ഒഴിവായി പോട്ടെ എന്ന് വെച്ചിട്ട് നീ പിന്നെ ഇങ്ങോട്ട് കത്തി കയറുവാണ്. നീ ആരാന്ന് വെച്ചിട്ടാണ്? നിനക്ക് FIR കിട്ടി. എന്താ FIR കിട്ടിയിട്ട് നീ എന്താ അതിനകത്ത് എന്നതാ പറഞ്ഞത്? FIR-നകത്ത് എന്നതാ എഴുതിയിരിക്കുന്നത്? കേസൊന്നുമില്ല, നിരപരാധിയാണ്, സന്ദീപ് നിരപരാധിയാണോ? സന്ദീപ് കേസുണ്ട്, പക്ഷെ കൊലക്കുറ്റമൊന്നും സന്ദീപ് ചെയ്തിട്ടില്ല. സന്ദീപിനെ ജസ്റ്റ് ഒന്ന് കേസെടുത്തിട്ട് ഒന്ന് പുറത്തോട്ട് വിടണം, ആക്ഷൻ എടുത്തതിൻ്റെ ശേഷം വിടണമെന്ന് പറഞ്ഞിട്ടില്ല. അത് കാലാകാലം ജയിലിൽ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഒന്നുമില്ല. കാണിക്കുന്ന എന്താണോ നമ്മുടെ കൺമുന്നിൽ എന്താണോ സത്യസന്ധമായിട്ട് തോന്നുന്നത് അത് നമ്മൾ വിളിച്ചു പറയണം. അത് വിളിച്ച് പറഞ്ഞേ പറ്റുള്ളൂ. അത് ആരും താങ്ങിയും ഒന്നും നിൽക്കുന്നത്. ഞാൻ സ്വന്തമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഗ്രൂപ്പും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പനുള്ള പരിപാടിയുള്ളൂ. എന്താണ് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും. തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ തെറ്റാന്ന് തന്നെ പറയും. അതിന് ആരെയും ഞാൻ കൂശുന്ന കാര്യമൊന്നുമല്ല. എനിക്കങ്ങനെ ആരെയും പേടിയില്ല. ഇതിന്റെ പേര് എന്ത് വന്നാലും എനിക്കൊരു കുന്തവും ഇല്ല. വന്നതിന്റെ ബാക്കി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നിയത്. ഇതൊന്നും ഈ ദൈവത്തെ ഓർത്ത് ഈ ഒരു ഇങ്ങനത്തെ പണിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ആ ഒരു കുരിശും മാലയും പിന്നെ എന്നാ തിരുവസ്ത്രം ഒന്ന് ഊരി വെച്ചിട്ട് ഇരിക്കുവാണെങ്കിൽ കുറച്ചിങ്ങനെ മാന്യത ഉണ്ടാകും. യേശുവിനോട് അത്രയെങ്കിലും ഒരു ഇത് കാണിക്കണം. അല്ലാണ്ട് കുറെ ലിപ്റ്റിക്ക് വിട്ട് കുറച്ച് പുട്ടി അടിച്ചിട്ട് വന്ന് ഈ ഒരു ഒരു ആയുധം പോലെ ഈ തിരുവസ്ത്രവും ഒരു പ്രാർത്ഥനാ പുസ്തകവും ഒരു കുരിശുമാലയും വന്നിട്ട് ഈ കാണിക്കുന്ന പ്രഹസനം വളരെ ബോറാവുകയാണ്. ഞാൻ ഇപ്പോഴും ചോദിക്കുക, സഭയും സഭക്കാരൊന്നും ഇല്ല, ഇതൊന്നും ആരും കാണുന്നില്ലേ? അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥകൾ. ഇതൊക്കെ നിൽക്കട്ടെ, ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ രേണുവിന്റെ പ്രൊഫൈലിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു സംഭവം രേണു എടുത്തിട്ട് അങ്ങ് ആഘോഷിക്കുവാണ് നന്നായിട്ട്. ആഘോഷിക്കട്ടെ. ഈ ഒരു പ്രശ്നത്തിൽ ആഘോഷിച്ചോട്ടെ. ഒരുപാട് അവളെ പറ്റി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഈ സന്ദീപ് എടപ്പാളായാലും ഒരുപാട് മലയാളത്തിലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. മനസ്സിലായില്ലേ? നീ അടക്കം പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. മനസ്സിലായില്ലേ? സന്ദീപിൻ്റെ കേസ് ഇപ്പം തീരുമാനമാക്കിയിരിക്കുന്ന SI പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആളെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. പക്ഷേ ഇനി ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ച് കഴിഞ്ഞാലുണ്ട് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്തായാലും 30-ാം തീയതി കോടതി കേസുണ്ട്. അതിൻ്റെ ശേഷം അറിയാം എന്തൊക്കെയാണ് വിവരം എന്നുള്ളത്. മനസ്സിലായല്ലോ? കൂടുതൽ വർത്താനമൊന്നും നീ ചിരക്കാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? നിനക്കല്ല കുറേ പെണ്ണുങ്ങൾക്ക് ഇതേപോലെ സൂക്കുണ്ട് ഇങ്ങനെ ബിഷപ്പിനെ തെറി പറയണമെന്നും ബിഷപ്പിനെ പച്ച തരണമെന്നുള്ളത്. ഇന്ന് സന്ദീപാണെങ്കിൽ നാളെ നീയാണ്. മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇനിയും ബിഷപ്പിനെ കൊണ്ട് ഒരു പരാതി കൊടുപ്പിക്കാൻ ആരും സമ്മതിക്കരുത്. അതിനുള്ള ഇടവരുത്തരുത്. മനസ്സിലായില്ലേ? ബിഷപ്പാണെന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് സ്റ്റേഷനിൽ കയറാതിരിക്കാനൊന്നും അധികാരമൊക്കെ ഉണ്ട്. സ്റ്റേഷനിൽ കയറുന്നതിന് അധികാരമൊക്കെ ഉണ്ട്. ബിഷപ്പിന് കേസ് കൊടുക്കാൻ പറ്റില്ല. എന്താ നിയമം? എന്താ
അച്ഛന്മാരായാലും സിസ്റ്റർമാരായാലും ആരായാലും അവർക്ക് ഭീഷണിയായിട്ട് എന്തെങ്കിലും ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ കേസ് കൊടുക്കും. അല്ല അച്ഛന്മാർക്ക് അവിടെ കയറാൻ പറ്റത്തില്ല എന്നൊന്നും ഒരു ഇതുമില്ല. 24 മണിക്കൂർ പോലീസുകാർ സ്റ്റേഷനും തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് കേസ് കൊടുത്താലും അവരുടെ അതിന് ആക്ഷൻ എടുക്കാനാണ്. മനസ്സിലായില്ലേ? നീ എന്ത് പുളുത്തിയ വർത്താനം ഈ പറയുന്നത്, മനസ്സിലായില്ലേ? അയ്യോ, പിന്നെ നിനക്ക് ആരെയും പേടിയില്ലെന്ന് പറഞ്ഞു. നീ ഇതേപോലെ സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടാവും. പക്ഷേ ഇതുപോലെ ഇനി കുടുങ്ങാൻ അടുത്ത് നീയാവും ഉള്ള ഉറപ്പാണ്. ഞാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. മര്യാദയ്ക്ക് ആലോചന കണ്ടിട്ടൊക്കെ വീഡിയോ ചെയ്തുകൊണ്ട് 1-2 ദിവസം കഴിഞ്ഞപ്പറ്റിയിട്ട് പറയാം, അതിന് കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ പൊക്കി പിടിച്ചുകൊണ്ട് ഇന്നലത്തെ ഡേറ്റിൽ 21-ാം തീയതി ആണ് സന്ദീപിനെ അറസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് 23 വരെയൊക്കെ ചില ആളുകൾ വളരെ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു, സന്ദീപ് സപ്പോർട്ട് ചെയ്തിട്ട്. പിന്നെ അനീഷിനെയൊക്കെ പിന്നെ തേച്ചൊരട്ടിച്ചിട്ടുള്ള രീതിയിൽ. പിന്നെ അതുപോലെ പിന്നെ അനീഷ് ഇപ്പോൾ വീഡിയോ ചെയ്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ അനീഷിൻ്റെ ഒരു സഹോദരിയോ ആരോ ഒരാൾ ഇങ്ങനെ ക്യാൻസർ രോഗിയായിട്ട് അത് ഓപ്പറേഷനൊക്കെ ആയിട്ട് ആശുപത്രി കിടക്കുകയാണ്. അതിൻ്റെ പേരിലാണ് അനീഷ് വരാത്തത്. അനീഷ് വരും. ഇപ്പോൾ അനീഷിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കണ്ടിരുന്നു. അതെന്തായാലും 2 ദിവസത്തിനുള്ളിൽ ആൾ വരും. മനസ്സിലായില്ലേ? ഓക്കെ, നിനക്ക് മതിയായില്ലേ? ശരിയെന്നാ. ഇനിയെങ്കിലും മേലാൽ അവനവൻ്റെ കാര്യം അറിഞ്ഞിട്ടുള്ള ജോലി ചെയ്തുകൊണ്ട് വീഡിയോ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല വീഡിയോയും ചെയ്യാം. ഈ ബിഷപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ കരി വരുത്തേക്കേണ്ടത് യാതൊരു കാര്യമില്ല. മനസ്സിലായില്ലേ? ശരിയെന്നാ, നിർത്തുന്നു.